ചിക്കൻ തോരൻ എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും അല്ലേ? ചിക്കൻ തോരൻ്റെ അതേ ടേസ്റ്റിൽ ഒരു മഷ്റൂം തോരൻ. എൻ്റെ മോളൊരു വെജിറ്റേറിയനാണ്, അതുകൊണ്ടാണ് നോൺ വെജ് സ്റ്റൈലിൽ വെജ് ഡിഷൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം കൂണ് ഉപ്പുവെള്ളത്തിൽ നന്നായി കഴുകി പിച്ച് കീറി എടുക്കണം. ഈ മഷ്റൂമിന് ശരിക്കും ഒരു ചിക്കൻ്റെ ടെക്സ്ചറും ടേസ്റ്റുമാണ് കേട്ടോ, എനിക്ക് തോന്നുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് തുടങ്ങാം. ചൂടായ ഒരു പാനിലേക്ക് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി കഴിഞ്ഞ് കടുകും പെരിഞ്ജീരകവും ഇട്ട് പൊട്ടിക്കുക. ഈ തോരനിൽ പെരിഞ്ജീരകത്തിൻ്റെ ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതിനുശേഷം ചതച്ച ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇത്രയും ചേർത്ത് വഴറ്റി സവാള നീളത്തിലരിഞ്ഞതും കൂടി വഴറ്റി എടുക്കണം. ഈ സമയം നമുക്ക് തോരൻ്റെ അരപ്പ് റെഡിയാക്കാം. ഇതിനായിട്ട് തേങ്ങ, ലേശം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ലേശം പെരിഞ്ജീരകപ്പൊടി, പച്ചമുളക്, ഒരു 2 പച്ചമുളക് ഇത്രയും തരിതരിപ്പായിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. ഇനി വഴറ്റിയ സവാള, ഇഞ്ചി, വെളുത്തുള്ളി മിശ്രിതത്തിലേക്ക് കുറച്ച് ക്രഷ്ഡ് ചില്ലി കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതിൽ ഞാൻ ഇഞ്ചി, പച്ചമുളക്, മുളക് പൊടി, ക്രഷ്ഡ് മുളക് പൊടി, കുരുമുളക് പൊടി എന്നിവയെല്ലാം ചേർക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം വളരെ കുറച്ചേ ചേർക്കാവൂ, അല്ലെങ്കിൽ എരിഞ്ഞു പുകഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഈ മിശ്രിതത്തിലേക്ക് ഇനി നുള്ളി വെച്ച മഷ്റൂം ഈ കൂട്ടിൻ്റെ കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കി അരപ്പ് മുകളിലിട്ട് ഇളക്കാതെ അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് വേവിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം, ചെറിയ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കണം. അരപ്പൊക്കെ ആവിയിലിരുന്നങ്ങ് വെന്തോളും കേട്ടോ. 5 മിനിറ്റിന് ശേഷം തുറന്ന് എല്ലാം കൂടി ഇളക്കി കുറച്ച് മല്ലിപ്പൊടി ഞാൻ അരപ്പിൽ ചേർക്കാൻ വിട്ടുപോയതാണ് കേട്ടോ, അതുകൊണ്ട് ഞാൻ ശേഷമാണ് ചേർത്തത്. ലേശം മല്ലിപ്പൊടി, ലേശം കുരുമുളക് പൊടി, ലേശം മസാലപ്പൊടി, പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ഞാൻ ചേർത്ത് 1 മിനിറ്റ് കൂടി ഇളക്കി 1-2 മിനിറ്റ് ഇളക്കി തുറന്ന് വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ നല്ല സൂപ്പർ മഷ്റൂം തോരൻ റെഡി. ചിക്കനും ഇതുപോലെ തന്നെ വെച്ചാൽ മതി കേട്ടോ. ചിക്കൻ തോരനും ഇതേ റെസിപ്പി തന്നെയാണ്. ഇത് ചപ്പാത്തി, അപ്പം ഇതിൻ്റെ കൂടെയൊക്കെ ബെസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ.